ഇതാ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കണ്ട F-15 വിമാനത്തിലെ ആ പൈലറ്റ് പുറത്തേക്ക് തെറിച്ച് വീണയാള് പാരച്യൂട്ടിൽ സേഫായി ലാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തെ കുവൈറ്റി അവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തെ പരിപാലിക്കുന്നു. കാറിൽ കയറ്റി സുരക്ഷിത ഇടത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute لا لا شبه الدبه 1 minute 1 minute 1 minute yes 1 minute 1 minute അമേരിക്കയുടെ യുദ്ധവിമാനം F-15 നിന്നും അത് വെടിവെച്ച് മിസൈൽ ഉപയോഗിച്ച് ഇറാൻ വെടിവെച്ചിട്ടതാണ്. അതിൽ നിന്നും ഇപ്പോൾ പാരച്യൂട്ടിൽ രക്ഷപ്പെട്ട ആ പൈലറ്റിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കാണുന്ന ദൃശ്യങ്ങളാണ് അമേരിക്കയുടെ F-15 വിമാനം. അതിന് തീപിടിച്ചത് താഴേക്ക് പതിച്ചു വീഴുന്ന നിലംപതിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. തൊട്ടു പിന്നാലെ അതിൽ നിന്നും ഇജക്റ്റായി പൈലറ്റ് പുറത്തേക്ക് ചാടുന്നു. ഒടുവിൽ അദ്ദേഹം പാരച്യൂട്ടിൽ സേഫായി അദ്ദേഹം ലാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുവൈറ്റിൽ അവിടെ അദ്ദേഹം എത്തിയ അദ്ദേഹത്തിന് ആ പൈലറ്റിന് പിന്നീട് നാട്ടുകാർ സുരക്ഷ ഒരുക്കുകയാണ് ചെയ്തത്. ആ ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടത്. എന്തായാലും സുരക്ഷിതനായി അദ്ദേഹം ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന അറിയിപ്പൊക്കെയാണ് വാർത്താ ഏജൻസികൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് അവർ F-15 വിമാനം തകർക്കപ്പെട്ടു എന്ന കാര്യം അവരും സ്ഥിരീകരിക്കുന്നു. അജയ് ചേരുന്നുണ്ട്. അജയ്, നമുക്ക് കൃത്യമായ ദൃശ്യങ്ങൾ ലഭ്യമാവുന്നുണ്ട്. F-15 എങ്ങനെയാണ് തകർക്കപ്പെട്ടത്, അവർ പിന്നീട് പൈലറ്റിന് എന്ത് സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിൽ അജയ്, ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ ലബനിലേക്കുള്ള ഇസ്രയേലിന്റെ അക്രമവും അതിശക്തമാക്കിയിരിക്കുകയാണ്. അവിടെ ലബനീസ് മിനിസ്ട്രി പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 33 പേർ മരണപ്പെട്ടു, 149 പേർക്ക് പരിക്കുപറ്റി എന്ന കാര്യമാണ്. അതായത് ഇസ്രയേൽ അതിശക്തമായ തിരിച്ചടി അവിടെ ഹിസ്ബുൾ മേഖലകളിലേക്ക് നടത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇന്ന് രാവിലെ മുതലാണ് ഇസ്രായേൽ ലബനനിൽ ആക്രമണം കടുപ്പിച്ചത്. അവർ ആദ്യം തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിലായിരുന്നു ആക്രമണം നടത്തിയിരുന്നതെങ്കിൽ പിന്നീട് അവിടെയുള്ള തെക്കൻ മേഖലകളിലുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ആർമി തുടർച്ചയായി പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ആക്രമണങ്ങൾ നടന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടുത്തെ ഈ മരണസംഖ്യ കൂടി നിലവിൽ പുറത്തു വരുന്നത്. 31 പേർക്കാണ് ഈ ജീവൻ നഷ്ടമായതായിട്ട് ഈ ലബനീസ് ഈ ആരോഗ്യ വിഭാഗം പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല 149 പേർക്ക് പരിക്കേറ്റതായിട്ടും ഈ ലബനൻ എംബസി ഇപ്പോൾ ലബനനിലുള്ള ആരോഗ്യ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനിൽ എങ്ങനെയാണോ ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു കടുത്ത ആക്രമണം തന്നെ ഈ ഹെസ്ബുള്ള ഗ്രൂപ്പിനെതിരെയും ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹെസ്ബുള്ള ഗ്രൂപ്പ് എല്ലാ കാലത്തും അവർക്ക് വലിയൊരു ഭീഷണി തന്നെയായിരുന്നു. ഗാസ വിഷയത്തിൽ ഉൾപ്പെടെ അവർക്ക് വലിയൊരു പ്രതിരോധം തീർത്തിരുന്ന ഒരു സംഘടനയായിരുന്നു ഹെസ്ബുള്ള എന്ന് പറയുന്നത്. ഇതിന് ലെബനീസ് ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണയൊന്നുമില്ല, അവരും ഇവരെ തള്ളിപ്പറയുകയാണ്. പക്ഷേ ഈ ഹെസ്ബുള്ള തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇറാനെതിരെ സംഘർഷം ആരംഭിച്ച് ഇറാൻ എന്ന് പറയുന്ന ഭീഷണിയെ എന്നേക്കുമായി എങ്ങനെയാണോ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇപ്പോൾ ഹെസ്ബുള്ളക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് ഹെസ്ബുള്ളയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ ഇസ്രായേൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഹെസ്ബുള്ള എപ്പോഴും ഗ്രാമങ്ങളിൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊപ്പം നിന്ന് അവർ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് അവരുടെ ബേസ് കേന്ദ്രങ്ങൾ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ആയുധപ്പുരകൾ പലതും ഇപ്പോൾ അവരുടെ ആയുധപ്പുരകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേൽ അത്തരത്തിൽ ആക്രമണം നടത്തിയെന്നും അപ്പോൾ ഈ ആയുധപ്പുരകളും അവരുടെ സൈനിക കേന്ദ്രങ്ങളും അവരുടെ പ്രധാന ഓഫീസുകളും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ജനവാസ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ ഹെസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അത് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയും ബാധിക്കും. ഇത് തീർച്ചയായിട്ടും വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അങ്ങനെയാണ് നിലവിൽ ഈ 31 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരു ദാരുണമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇതിനിടയിൽ ഇറാനുള്ളിലും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇറാൻ
ഇറാനകത്തുള്ള കർമൻഷാ എയർപോർട്ടിൽ ഇപ്പോൾ ആക്രമണം നടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഈ കർമൻഷാ എയർപോർട്ടിൽ നിന്ന് നിരവധി ഒരു അജയ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വരുന്നു. കുവൈറ്റിലെ US എംബസിക്ക് നേരെയും ആക്രമണം നടന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. വാർത്താ ഏജൻസികൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്ന് തീയും പുകയും ഉയരുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ US എംബസിക്ക് നേരെയും ഇറാന്റെ ആക്രമണം കുവൈറ്റിലുണ്ടാവുന്നു. കുവൈറ്റ് ഒരു പ്രധാനപ്പെട്ട അറ്റാക്കിംഗ് പോയിന്റായി മാറുകയാണ്. നേരത്തെ സംസാരിച്ച മലയാളിയായ ഔസേപ്പച്ചൻ അദ്ദേഹമൊക്കെ സംസാരിക്കുന്നത് പോലെ ആശങ്കപ്പെടുന്ന സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹമൊക്കെ പറയുന്നത്. അവിടെ ഇറാൻ അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. ഇറാന് നേരെ ഈ കുവൈറ്റ് അടക്കമുള്ള US-ന്റെ എയർബേസുകളെ ലക്ഷ്യമിടുന്നുണ്ട്. അതിന് പുറമെ US എംബസിയും ലക്ഷ്യമിട്ടുവെന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായിട്ടും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇറാൻ വ്യക്തമാക്കിയിരുന്നത് US-ന്റെ ഈ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തും എന്നതാണ്. എന്നാൽ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ റോയിറ്റേഴ്സ് അടക്കം പുറത്തുവിടുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കുവൈറ്റിലുള്ള US എംബസിയും നിലവിൽ ആക്രമണത്തിന് വിധേയമായതായിട്ടാണ്. അതായത് അവിടെ നിന്ന് കറുത്ത പുക ഉയരുന്നതായിട്ട് കണ്ടതായിട്ട് പല ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. അവിടെ ഒരു ആക്രമണം നടന്നു. ആ കെട്ടിടത്തിന് സാരമായ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് നിലവിൽ ദൃക്സാക്ഷികൾ പറയുന്നതായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ വളരെ വലിയൊരു ആക്രമണം തന്നെയാണ്. ഇന്ന് രാവിലെ തന്നെ പല റൗണ്ട് സൈറനുകൾ ഈ കുവൈറ്റിൽ മുഴങ്ങിയിരുന്നു. ഇത് വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി കൂടിയാണ്. മാത്രമല്ല നേരത്തെ കുറച്ച് ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപേ കുവൈറ്റ് സിറ്റിക്കകത്തുള്ള അൽ അഹമ്മദി റിഫൈനറി സെന്ററിന് സമീപം ഒരു വലിയ മിസൈൽ വന്ന് പതിക്കുകയും ഇവിടെ ഒരു സാരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരമുള്ളത്. മറ്റ് ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചതായിട്ട് മറ്റ് വിവരങ്ങളൊന്നും ഇതിലില്ല. 2 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരം ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ റിഫൈനറി സെന്ററിന് അടുത്തും ആക്രമണം കുവൈറ്റിൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ US എംബസിയിലും ആക്രമണം ഉണ്ടായി. ഇന്ന് രാവിലെ മുതൽ തന്നെ തുടർച്ചയായിട്ട് സൈറനുകൾ അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ് കുവൈറ്റിലുള്ളത്. അത് ഒരു വലിയ ഒരു പ്രതിസന്ധി തന്നെ അവിടെയുള്ള മലയാളികൾക്കും ആളുകൾക്കും ഉൾപ്പെടെ ഇപ്പോൾ സംജാതമാക്കും എന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഒരു കറുത്ത പുക അവിടെ ഉയരുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് നമുക്കിപ്പോൾ നിലവിൽ ഈ സമയത്ത് സ്ഥിരീകരിക്കാനുള്ളത്. ഇപ്പോൾ ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചോ മറ്റു കാര്യങ്ങൾ അടക്കം ഇനി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലെ വാർത്തകൾ ഉടനെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. US എംബസിയിൽ തീപിടുത്തമുണ്ട്, അവിടെ ഫയർ ഉണ്ട്. അത് മിസൈൽ ആക്രമണമെന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ വിഷ്വൽസ് അടക്കം അല്പസമയത്തിനുള്ളിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവും. എന്തായാലും കുവൈറ്റിലെ US എംബസിക്ക് നേരെയും നീക്കമുണ്ടാവുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.